വയലോലകൾക്കപ്പുറത്ത് തെങ്ങിൻ തോപ്പുകൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പഴയ കൂറ്റൻ ഓടിട്ട വീട്. പണ്ടിവിടെ സുന്ദരിയായ ഒരു 21കാരി അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് തൂങ്ങി മരിച്ചു. ഒരു ഓണക്കാലത്തായിരുന്നു ആ സംഭവം. തലേ ദിവസം പകൽ ആ തറവാട്ട് വീട്ടിൽ ഒത്തിരി ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അവളുടെ അമ്മാവന്റെ മകന്റെ വിവാഹം. അവൻ ഇഷ്ടമില്ലാതിരുന്നിട്ടും മുതിർന്നവരുടെ നിർബന്ധപ്രകാരം അവനേക്കാൾ ഒരു വയസ്സിനിളയ ചിറ്റമ്മയുടെ മകളുമായി ഉറപ്പിച്ച ദിവസമായിരുന്നു അന്ന്. 2 നാൾ കഴിഞ്ഞ് അവന് ഭ്രാന്ത് പിടിച്ചു. വല്ലാതെ അക്രമാസക്തനായ അവനെ വീട്ടുകാർ ഭ്രാന്താശുപത്രിയിലാക്കി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ മരിച്ച മുറിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. കർമ്മങ്ങൾ ചെയ്യിച്ച് അവളുടെ ആത്മാവിനെ വീടിനകത്തു നിന്ന് പുറത്താക്കിയെങ്കിലും ബന്ധിക്കാനായില്ല. വീടിന് മുറ്റത്തും പരിസരത്തുമായി ആ ആത്മാവ് അലഞ്ഞു നടന്നു. അത് കാരണം എല്ലാവരും അവിടെ നിന്ന് താമസം മാറിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം ഭ്രാന്ത് മാറിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും അസുഖം വീണ്ടും വരാവുന്ന അവസ്ഥയിൽ അവനെ ബന്ധുക്കൾ ഈ തറവാട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുന്നു. വല്ലപ്പോഴും ഭക്ഷണം മാത്രം ആരെങ്കിലും കൊണ്ടുകൊടുക്കും. നിലാവുള്ള രാത്രികളിൽ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഊഞ്ഞാലിൽ അവൻ്റെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് അവളിരുന്നാടുന്നത് ജനാലയിലൂടെ അവൻ നോക്കി നിൽക്കും. ഒരു ദിവസം അവൻ മുറിയിൽ മരിച്ചു കിടക്കുന്നത് ബന്ധുക്കൾ കണ്ടു. ആ വീടിൻ്റെ പൂട്ട് തകർന്നു കിടക്കുന്നത് കണ്ട് അവർ അതിശയപ്പെട്ടു. പിന്നീട് എപ്പോഴൊക്കെയോ രാത്രി സമയം അതുവഴി പോയ നാട്ടുകാരിൽ ആരൊക്കെയോ മുറ്റത്ത് ഊഞ്ഞാലിലിരുന്നാടുന്ന അവളെയും ഊഞ്ഞാലാട്ടുന്ന അവനെയും കണ്ടതായി പറയുന്നു.